ഹായ്, ഇന്ന് വെറും 3 ക്യാരറ്റ് കൊണ്ട് അടിപൊളി ഹെൽത്തിയും യമ്മിയും സ്വീറ്റി ആയിട്ടുള്ള ഒരു പലഹാരം തയ്യാറാക്കിയാലോ. അതിനായിട്ട് 3 ക്യാരറ്റ് ചെറുതായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്തതിന് ശേഷം കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ അടിച്ചെടുത്ത വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. തരിയില്ലാതെ അടിച്ചെടുക്കണേ. നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 3 സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായതിനു ശേഷം നേരത്തെ അരച്ച് വെച്ച ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതൊന്ന് കുറുകി വരുമ്പോഴത്തേന് നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി അതിലേക്ക് കാ കപ്പ് പഞ്ചസാര പൊടിച്ചത്, ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേനും 1 സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ക്യാരറ്റിൻ്റെ കളറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇതുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇനിയിപ്പോൾ ഇതാ ഒന്നുകൂടെ കുറുക്കി വന്നിട്ടുണ്ട്. ഇനി 1 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവത്തിൽ വാങ്ങാവേ. ലോ ഫ്ലെയിമിലിട്ട് വേണം കുറുക്കിയെടുക്കാൻ. അല്ലെ മുകളിലോട്ട് ഇങ്ങനെ തെറിച്ച് വരുവേ. ഇനിയിപ്പോൾ ഒരു കേക്ക് ടിന്നിൽ എടുത്തിട്ടുണ്ട്. കേക്ക് ടിന്നിൽ നെയ്യ് തടവിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയതിനകത്ത് അല്പം നട്ട്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ഇനി കേക്ക് ടിന്നിലേക്ക് അല്പം നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെറും 3 സ്പൂണ് നെയ്യും 3 ക്യാരറ്റും കപ്പ് പഞ്ചസാരയും പിന്നെ കോൺഫ്ലവർ 3 സ്പൂണും മാത്രം മതി ഹെൽത്തി ആയിട്ടുള്ള പലഹാരം തയ്യാറാക്കാൻ. ഇനി മുകളിലായിട്ട് നട്ട്സും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ അടിപൊളി മധുര പലഹാരം തയ്യാറായിട്ടുണ്ട്. ഹൽവയൊക്കെ പോലെ തന്നെ നല്ല അടിപൊളിയാണ് കഴിക്കാൻ. ഞാനിതാ സെറ്റായി വന്നിട്ടുണ്ട്. തണുത്തിട്ടുണ്ട്. അരമണിക്കൂർ വേണേ. അരമണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഇതാ തണുത്ത് വന്നിട്ടുണ്ട്. കാണാൻ പോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇത് നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായി വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇനി അതിൻ്റെ മുകളിലായിട്ട് അല്പം ഡെസിഗ്നേറ്റ് കോക്കനട്ടും കൂടെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.